നിങ്ങളുടെ ഒരൊറ്റ ചെറിയ ചിന്തയ്ക്ക് ഈ ലോകത്തെ മുഴുവൻ മാറ്റാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ചേക്കില്ല. കാരണം നമ്മളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് നമ്മുടെ ചിന്തകൾക്ക് യാതൊരു വിലയുമില്ല എന്നാണ്. എന്നാൽ ഇന്ന് ശാസ്ത്രവും ആത്മീയതയും ഒരേ സ്വരത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ വെറുമൊരു ശരീരമല്ല, നിങ്ങളൊരു പ്രപഞ്ചമാണ്. സുഹൃത്തേ, നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും വെറുമൊരു ഭ്രമമല്ല, അത് നിങ്ങളുടെ ഭൗതിക യാഥാർത്ഥ്യത്തെ, നിങ്ങളുടെ ഫിസിക്കൽ റിയാലിറ്റിയെ മാറ്റിയെഴുതാൻ കഴിവുള്ള അതിശക്തമായ ഊർജമാണ്. ക്വാണ്ടം ഫിസിക്സും ലോ ഓഫ് അട്രാക്ഷനും നമ്മോട് വിളിച്ചു പറയുന്നത് അതാണ്. ദൂരപരിധികളില്ലാതെ, സമയത്തിന്റെ അതിരുകളില്ലാതെ നിങ്ങളുടെ ഒരു ശക്തമായ ചിന്ത ഈ പ്രപഞ്ചത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം വെറുതെ രക്തം പമ്പ് ചെയ്യുന്ന ഒരവയവമല്ല, അതൊരു വലിയ കാന്തിക വലയമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ഒരാന്റിനയെന്നോണം പ്രപഞ്ചത്തിലേക്ക് ഫ്രീക്വൻസികളായി അയക്കുന്നത് നിങ്ങളുടെ ഹൃദയമാണ്. പിന്നെ എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ സംഭവിക്കാത്തത്? കാരണം വളരെ ലളിതമാണ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇപ്പോഴും പഴയ നെഗറ്റീവ് പ്രോഗ്രാമിംഗിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ചുറ്റും നോക്കൂ. നിങ്ങളെ വളരാൻ സമ്മതിക്കാതെ നിങ്ങൾക്കായി എപ്പോഴും കെണിയൊരുക്കുന്ന ചിലർ നിങ്ങളുടെ ചുറ്റുമുണ്ട്. നിങ്ങളുടെ പുറകെ നടന്ന് നിങ്ങളുടെ ഊർജം മുഴുവൻ വലിച്ചെടുക്കുന്നവർ. നിന്നെക്കൊണ്ടിതൊന്നും കഴിയില്ല, നീ എന്തായാലും തോറ്റുപോകും എന്ന് നിരന്തരം പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ സ്വയം സംശയം, സെൽഫ് ഡൗട്ട് കുത്തിവെക്കുന്നവർ. അവരുടെ ആ വാക്കുകൾ കേട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നു, ആകുലതകളിൽ മുങ്ങിപ്പോകുന്നു. എന്നാൽ ഇന്ന്, ഈ നിമിഷം അത് അവസാനിക്കുകയാണ്. ഓർക്കുക, നിങ്ങളുടെ അനുവാദമില്ലാതെ ഈ ലോകത്ത് ആർക്കും നിങ്ങളെ തളർത്താനാകില്ല. നിങ്ങളുടെ വിധി മാറ്റാൻ പുറത്തുനിന്നുള്ള ആരുടെയും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കാവശ്യമില്ല. എന്റെ ജീവിതം എന്റെ നിയന്ത്രണത്തിലാണ് എന്ന ആ ഒരൊറ്റ ചിന്ത മതി നിങ്ങൾക്ക് കുതിച്ചുയരാൻ. ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുള്ള ഒരു വലിയ സത്യമുണ്ട്: നമ്മൾ എന്താണോ നിരന്തരം ചിന്തിക്കുന്നത്, അതായി നമ്മൾ മാറുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ലോകത്തിലെ ഏതൊരു പ്രതിസന്ധിയെയും നിങ്ങൾക്ക് മറികടക്കാം. ആ ആന്തരിക സമാധാനവും വിജയവും നേടിയെടുക്കാൻ ഇന്നുമുതൽ ഈ 4 കാര്യങ്ങൾ ചെയ്യുക. 1. നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇതിനകം നേടിയെടുത്തതായി സങ്കൽപ്പിക്കുക. നെഗറ്റീവ് ചിന്തകളെ വേരോടെ പിഴുതെറിയുക. സംശയങ്ങൾക്ക് പകരം അവിടെ ആത്മവിശ്വാസം നിറയ്ക്കുക. കൃതജ്ഞതാ ശീലമാക്കുക. ഇന്ന് നിങ്ങളുടെ പക്കലുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദിയുള്ളവരായിരിക്കുക. ഫോക്കസ്: നിങ്ങളെ തകർക്കാൻ വരുന്നവരെ പൂർണ്ണമായും അവഗണിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം കണ്ണു നട്ടിരിക്കുക. അതുകൊണ്ട് സുഹൃത്തേ, ഇന്നുമുതൽ സ്വയം സംശയിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ ഉപബോധമനസ്സിന്റെ അപാരമായ ശക്തി തിരിച്ചറിയുക. എന്നാൽ ഒരു കാര്യം ഓർക്കുക: നിങ്ങളിങ്ങനെ മാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ അസ്വസ്ഥരാകും. അവരത് നേരിട്ട് പറയില്ല, പകരം ആവശ്യമില്ലാത്ത അഡ്വൈസ് തരും. അല്ലെങ്കിൽ നീ വളരെ ഡീപ്പായി സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു തണുത്ത നിശബ്ദതയുണ്ടാകും. കാരണം സിമ്പിളാണ്: നിന്റെ വളർച്ച അവരുടെ കംഫർട്ടിനെ എക്സ്പോസ് ചെയ്യുന്നു. ഒരു പവർഫുൾ മൈൻഡ് എന്ന് പറയുന്നത് അവർക്ക് വളരെ ഡേഞ്ചറസ് ആയ ഒരു കാര്യമാണ്. ആറ്റിൻപറ്റങ്ങളെപ്പോലെ ജീവിക്കുന്ന ഈ സമൂഹത്തിന്റെ ഹേർഡ് മൊറാലിറ്റിക്ക് അത് ഡേഞ്ചറസ് ആണ്. മഹാനായ ഫിലോസഫർ ഫ്രീഡ്രിക് നീച്ച പറഞ്ഞതിതാണ്: സ്ട്രെങ്ത് ഒരിക്കലും നിന്റെ കംഫർട്ട് സോണിൽ നിന്നും വരില്ല, അത് കെയോസിൽ നിന്നാണ് ജനിക്കുന്നത്. ഇതൊരു വെറും കവിതയല്ല, ഇതൊരു കൃത്യമായ സൈക്കോളജിക്കൽ ഡയഗ്നോസിസാണ്. ജീവിതത്തിൽ തടസ്സങ്ങൾ വരുമ്പോൾ ഓർക്കുക, യഥാർത്ഥ വളർച്ച എപ്പോഴും നിന്നെ ഒറ്റപ്പെടുത്തും. കാരണം നീ മറ്റുള്ളവരിൽ നിന്നുള്ള വാലിഡേഷൻ വിടുമ്പോൾ നീ അവർക്ക് അൺകൺട്രോളബിളായി മാറും. അപ്പോൾ അവർ നിന്നെ അരഗന്റ് എന്നും സ്ട്രേഞ്ച് എന്നും ലേബൽ ചെയ്യും. നിനക്ക് പല ബന്ധങ്ങളും നഷ്ടപ്പെടും. നീ ഒറ്റയ്ക്കാകും. പക്ഷേ സ്വാതന്ത്ര്യവും ഏകാന്തതയും വേർപെടുത്താനാവാത്തതാണ്. ഒറ്റപ്പെടൽ സഹിക്കാത്തവർക്ക് ഒരിക്കലും ആ ഫ്രീഡം സഹിക്കാനാവില്ല. മിക്ക ആളുകൾക്കും ജീവിതം എളുപ്പമാകണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു: മേക്ക് യുവർ സെൽഫ് സ്ട്രോങ്ങർ. ഒരു തകർക്കാനാവാത്ത മനസ്സ്, അൺബ്രേക്കബിൾ മൈൻഡ് സൃഷ്ടിക്കാൻ നീ ചില കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നിർത്തണം. പെയിനിൽ നിന്ന് ഓടിയൊളിക്കുന്നത് നിർത്തുക.
നിന്റെ വേദനകളെ നിന്റെ ഇന്ധനമാക്കി മാറ്റുക. മീനിംഗ് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് നിർത്തുക. നിന്റെ ജീവിതത്തിന്റെ അർത്ഥം മറ്റുള്ളവരല്ല തീരുമാനിക്കേണ്ടത്. വാലിഡേഷൻ തേടുന്നത് നിർത്തുക. നിന്റെ വില തീരുമാനിക്കാൻ മറ്റുള്ളവർക്ക് അധികാരം കൊടുക്കരുത്. ജീവിതം എളുപ്പമാകണമെന്ന് ബെഗ്ഗിങ് ചെയ്യുന്നത് നിർത്തുക. പകരം പ്രതിസന്ധികളെ നേരിടാൻ നിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുക. വിക്ടിം കാർഡ് കളിക്കുന്നത് നിർത്തുക. നിനക്ക് സംഭവിച്ച ദുരന്തങ്ങൾക്ക് കാരണം നീയായിരിക്കില്ല. പക്ഷേ അതിൽ നിന്ന് എഴുന്നേൽക്കേണ്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം, റാഡിക്കൽ റെസ്പോൺസിബിലിറ്റി നിന്റേത് മാത്രമാണ്. എല്ലാത്തിനും പ്രതികരിക്കുന്നത് നിർത്തുക. നിന്നെ പ്രകോപിപ്പിക്കുന്നവരോടുള്ള ഏറ്റവും വലിയ മറുപടി നിന്റെ നിശബ്ദതയാണ്. നിന്നെ രക്ഷിക്കാൻ ആരും ആകാശത്ത് നിന്നോ പുറത്തുനിന്നോ വരില്ല. നിന്റെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നീ തന്നെ ഏറ്റെടുക്കണം. സ്വയം സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയായി നീ മാറണം. ഇത് മറ്റുള്ളവരോട് ഒച്ചയിടാനോ അവരെ ഡോമിനേറ്റ് ചെയ്യാനുള്ള മാർഗമല്ല. ഇത് സെൽഫ് ഓണർഷിപ്പാണ്. എപ്പോഴാണോ നീ നിന്നെ തന്നെ പൂർണ്ണമായും സ്വന്തമാക്കുന്നത്, അപ്പോൾ ആർക്കും നിന്റെ ഐഡന്റിറ്റി മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയില്ല. ആരും നിന്റെ വർത്ത് ഡിഫൈൻ ചെയ്യില്ല. ഒരു റിജക്ഷനും നിന്റെ കോറിനെ തകർക്കാൻ കഴിയില്ല. യു ബിക്കം ആബ്സല്യൂട്ട്ലി അൺബ്രേക്കബിൾ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സമൃദ്ധമായ ജീവിതം, ആ വിജയം, അത് പ്രപഞ്ചം നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ അതിനായി തയ്യാറെടുപ്പിക്കുക. പോയി അത് സ്വന്തമാക്കുക. നിനക്ക് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ്, ഏറ്റവും വലിയ എതിർപ്പ് കിട്ടിയത് എപ്പോഴാണ്? കമന്റിൽ പറയൂ. നമുക്കതൊരുമിച്ച്